ഹായ് ഗൈസ്, പവിത്രം പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ദിനാശംസകൾ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി അവരവരുടെ ബാഗുകൾ പാക്ക് ചെയ്യുന്നു. നന്ദിനി സാരിയൊക്കെ ശരിയാക്കുമ്പോൾ ദീപമോൾ വാതിൽക്കൽ വന്ന് നോക്കി പോകുന്നുണ്ട്. പിന്നീട് വിക്രമും വേദയും ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ വേദ ഒരു എൻവലപ്പിൽ വിക്രമിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ദാ ഇത് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇത് എന്ന് ചോദിച്ചതും കുറച്ചു കാശാണ്. കാശോ? അതെന്തിനാ? ചിലവാക്കാൻ. കാശെന്തിനാ ചിലവാക്കാൻ? ഈ യാത്രയിൽ എല്ലാ ചെലവുകളും വിക്രം സ്വാമി തന്നെ നേരിട്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും ബസ്സിൽ കയറി അതാത് സ്ഥാനത്ത് ഇരിക്കുന്നു. വിശ്വം ഒരു മൈക്കെടുത്ത് അങ്ങനെ നമ്മുടെ കുടുംബത്തിന്റെ തീർത്ഥയാത്ര ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് യാത്ര ആരംഭിക്കുന്നു. ഇതിനിടയിൽ ദീപമോൾ പാട്ട് പാടുന്നുണ്ട്. എല്ലാവരും താളം പിടിച്ച് ആസ്വദിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ബസ് യാത്ര ചെയ്തു പോകുന്നു. ഇടയിൽ ശ്രീജ എന്തോ പറഞ്ഞത് പ്രകാരം നന്ദിനിക്ക് അത് പിടിച്ചില്ല. ശ്രീജേടത്തിയുടെ കുത്ത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ എന്ത് കുത്തല് എന്ന് ശ്രീജ ചോദിച്ചതും എനിക്ക് കുട്ടികളില്ലാത്തത് കൊണ്ട് പറഞ്ഞതല്ലേ എന്ന്. ഇത് കേട്ട് എല്ലാവർക്കും ദേഷ്യം വരുന്നു. അതിനിടയിൽ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ശ്രീകാന്ത് കുറച്ച് ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു. കൂടെ ചന്ദ്രശേഖരനുമുണ്ട്. നിങ്ങളുടെ ആരുടെയും മുഖം അവരുടെ കണ്ണിൽ പെടരുത്. അതിനിടയിൽ ചന്ദ്രശേഖരൻ പറയുന്നു, നീ അവർക്ക് കൊടുത്ത നമ്പർ ആരുടെ പേരിലെടുത്താണ് എന്ന് ചോദിച്ചതും വലിയ കാര്യം ചെയ്തതുപോലെ ചിരിച്ചുകൊണ്ട് വേദയുടെ എന്ന് പറയുന്നു ശ്രീകാന്ത്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ വേദ കുടുങ്ങുമല്ലോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. അന്നേരം ബസ്സിൽ എല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ചും ചിരിച്ചും വണ്ടിയിൽ അങ്ങനെ ഇരിക്കുന്നു. വണ്ടി ഒരു ഹൈവേയിലെത്തി ഒരിടത്ത് നിർത്തി. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങി ക്രോസ് ചെയ്യുന്നു. ഇതെല്ലാമാണ് പ്രൊമോ ആയി കാണിക്കുന്നത്. പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.